ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫേഷ്യൽ ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. അതായത് നമ്മുടെ ബ്യൂട്ടി പാർലറിലൊക്കെ ചെയ്യുന്ന ഫേഷ്യലിൻ്റെ അതേ എഫക്റ്റ്, അതായത് മുഖത്തിന് അതേ നിറവും തിളക്കവും കിട്ടുന്ന നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ഫേഷ്യൽ ചെയ്യുന്നതെന്നുള്ളതാണ് വീഡിയോ. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. നമ്മളെല്ലാവരും തന്നെ ബ്യൂട്ടിയിലൊക്കെ പോയിട്ട് ഫേഷ്യലൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയായിരിക്കും. എങ്കിലും അവിടെ സ്പെൻഡ് ചെയ്യേണ്ട ആ ടൈമും പണവും ഓർത്തിട്ട് നമ്മൾ ഒട്ടുമിക്കവർക്കും മടിച്ച് നിൽക്കാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നല്ലൊരു അടിപൊളി എന്താ പറയുക റിസൾട്ട് തരുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് കിടക്കാം. കുറച്ച് നേരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നീര് നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ നീരാണ് കേട്ടോ. ഞാനിത് ചിരകിയെടുത്തതിന് ശേഷം ഇതിൻ്റെ നീര് പിഴിഞ്ഞെടുത്തതാണ്. അപ്പോൾ ഇനി ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കയ്യിൽ മുഖത്താണ് കേട്ടോ തേക്കേണ്ടത്. എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി കുറച്ചും കൂടെ എളുപ്പത്തിന് വേണ്ടി ഞാനിത് കയ്യിൽ കാണിക്കുന്നില്ല, ഞാൻ മുഖത്തും കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 മിനിറ്റ് നേരത്തേക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഉരുളക്കിഴങ്ങിൻ്റെ നീരെടുത്തതിന് ശേഷം. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ്. 2 മിനിറ്റ് തന്നെ എടുക്കാം കേട്ടോ. കറക്റ്റ് 2 മിനിറ്റ് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ മുഖത്തും കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് വീഡിയോ എടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് എടുത്തതന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ മുഖത്ത് ഇടുന്നത് കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. മുഖത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ. നമ്മൾ കഴുകേണ്ട ആവശ്യമില്ല. നമ്മൾ ആ ഉരുളക്കിഴങ്ങിൻ്റെ ഫസ്റ്റ് നീര് അപ്ലൈ ചെയ്തതിന് ശേഷം അതൊന്ന് തുടച്ചെടുക്കുക. ഇത് കഴിഞ്ഞപ്പോൾ നല്ലപോലെ ഒന്ന് ക്ലെൻസ് ആയിട്ടുണ്ടാവും. അതിനുവേണ്ടിയാണ് ഈ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്തത്. ഇനി അടുത്ത സ്റ്റെപ്പ് സ്ക്രബിങ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിനായിട്ട് ഫസ്റ്റ് തന്നെ ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പൊട്ടറ്റോ നീര് തന്നെയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 2 ടീസ്പൂൺ ഞാൻ എടുത്ത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അലോവേര ജെല്ലാണ് കേട്ടോ. ഇത് നാച്ചുറലായിട്ടുള്ള അലോവേര ജെല്ലാണ്. ഇനി അതിലേക്ക് ഷുഗറാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അധികം അലിയിക്കാൻ വെക്കരുതല്ലോ. അപ്പോൾ നമ്മുടെ ആ ഒരു സ്ക്രബ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ അലോവേര ജെല്ല് ഞാൻ അതിൽ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതിനും 2 മിനിറ്റ് തന്നെയാണ് കേട്ടോ. 2 മിനിറ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഫേസിലും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമ്മൾ 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു കോട്ടൺ തുണി വെച്ചിട്ട് ഇതും ഒന്ന് തുടച്ചെടുക്കുക. നമ്മളൊന്നും കഴുകേണ്ട ആവശ്യമില്ല. ഇതുപോലെ തുടച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. ഇപ്പോൾ നല്ലപോലെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഇവയൊക്കെ നല്ലപോലെ റിമൂവ് ആകും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ ആ ബൗളിൽ കുറച്ച് അലോവേര ജെല്ല് ഇട്ട് വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ കുറച്ചും കൂടെ പൊട്ടറ്റോ നീര് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാച്ചുറലായിട്ടുള്ള മഞ്ഞൾപ്പൊടി മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. പീടികയിൽ നിന്ന് മേടിച്ചത് ഒരു കാരണവശാലും യൂസ് ചെയ്യരുത് കേട്ടോ, പാക്കറ്റിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെ നാച്ചുറലായിട്ട് ഉള്ള മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ അത് നമ്മുടെ കയ്യിലും മുഖത്തും നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. എല്ലാ സ്റ്റെപ്പും നമ്മൾ ചെയ്യേണ്ടത് 2 മിനിറ്റ് എടുത്തിട്ടാണ്. 2 മിനിറ്റ് നേരം വെക്കുക. എന്നിട്ട് അതൊന്ന് തുടച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റെപ്പ് കഴിയുന്നതോടെ നല്ലപോലെ ഒരു ഗ്ലോ ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നല്ലപോലെ ഒരു ഗ്ലോ ആവുന്നുണ്ട്. ക്യാമറയിൽ കറക്റ്റ് കാണാത്തതുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പാക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്കിന് ഞാൻ ഫസ്റ്റ് തന്നെ എടുത്തേക്കുന്നത് നമ്മുടെ കടലമാവാണ് കേട്ടോ. കടലമാവിലേക്ക് ഞാൻ ഇനി ചേർക്കുന്നത് കുക്കുംബർ ജ്യൂസാണ്, കക്കിരിക്ക ജ്യൂസ്. അപ്പോൾ ഇനി നമ്മൾ പൊട്ടറ്റോ ജ്യൂസാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് 3ഉം കൂടി ചേർത്തതിന് ശേഷം ഇനി നമ്മൾ അല്പം ചെറുനാരങ്ങ നീര് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. കട്ടയൊന്നും ഉണ്ടാവാൻ വേണ്ടി പാടില്ല. നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഇത് നമുക്ക് ഫേസിലോട്ട് അപ്ലൈ ചെയ്യാം. എല്ലായിടത്തും നല്ലപോലെ ഫില്ലാവുന്ന വിധത്തിൽ തന്നെ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഡ്രൈ ആയതിന് ശേഷം നമ്മൾ കഴുകിക്കളയാണ് കേട്ടോ. അപ്പോൾ ഒരു 20 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഒന്ന് ഡ്രൈ ആയി കിട്ടും. അപ്പോൾ ഇത് 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് ഞാൻ കഴുകുന്ന കാണിക്കാം കേട്ടോ. ഞാനിത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കഴുകുന്നത്. ജസ്റ്റ് ഒന്ന് ഒരു കോട്ടൺ വെച്ചിട്ട് അല്പം വെള്ളം എടുത്തൊന്ന് തുടക്കുകയാണ് കേട്ടോ. അപ്പോൾ ശരിക്കും നല്ല ഗ്ലോയിങ് ഉണ്ട് കേട്ടോ. ശരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ അത് എത്രമാത്രം കാണുന്നുണ്ട് എന്നറിയില്ല. നേരിൽ കാണാൻ വേണ്ടിയിട്ട് നല്ല പോലെ ഗ്ലോ ആയിട്ടുണ്ട്. കാരണം നമ്മൾ യൂസ് ചെയ്ത സാധനങ്ങളൊക്കെ നമ്മുടെ ഫേസിന് അത്രയും എഫക്റ്റീവ് ആണല്ലോ. അപ്പോൾ ഇനി ഇത് ഞാൻ നല്ലപോലെ നീറ്റായിട്ട് കഴുകിയിട്ട് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നല്ലപോലെ ഒരു മാറ്റമുണ്ട് കേട്ടോ കയ്യിലൊക്കെ. ഫേസിലായാലും നല്ല മാറ്റമുണ്ട്. പക്ഷേ എൻ്റെ ക്യാമറയിൽ അത് കറക്റ്റ് കാണുന്നില്ല എന്നേ ഉള്ളൂ.
അപ്പോൾ ഞാനൊക്കെ ഫേഷ്യലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആൾ തന്നെയാണ്. പക്ഷേ ഞാൻ ഇതുവരെ ഫേഷ്യൽ ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്തിട്ടുണ്ടായില്ല. കാരണം വേറെ ഒന്നുമല്ല, എൻ്റെ ഒരു ഫ്രണ്ടിനെയും കൂടെ കൂട്ടിയിട്ട് ഇതുപോലെ ഫേഷ്യൽ ചെയ്യാൻ വേണ്ടി പോയപ്പം അവിടെ ചിലവഴിച്ച ആ ഒരു ടൈമാണ് എന്നെ നല്ലപോലെ മടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇതുവരെ ബ്യൂട്ടി പാർലറിൽ പോകാൻ വേണ്ടി നിന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഇഷ്ടമായവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണാം. ബൈ.